ആ അശരീരി പറഞ്ഞത് ദേവകിയുടെയും വസുദേവരുടെയും 8ാമത്തെ പുത്രൻ കംസ മഹാരാജാവിനെ കൊല്ലും എന്നായിരുന്നു. ഇത് കേട്ട കംസ മഹാരാജാവ് ദേവകിയെയും വസുദേവരെയും പിടിച്ച് ജയിലിൽ കൊണ്ടുപോയി ഇട്ടു. എന്നിട്ട് പറഞ്ഞു, ഇവർക്ക് ജനിക്കുന്ന 8 കുട്ടികളെ ഞാൻ പേഴ്സണലി കൊല്ലുമെന്ന്. അങ്ങനെ ഫസ്റ്റ് കുട്ടി ജനിച്ചു. കംസൻ പോയി ഈ ജനിച്ചു വീണ ന്യൂ ബോൺ ബേബീനെ പിടിച്ച് നിലത്തെറിഞ്ഞു കൊന്നു. അതുപോലെ 6 കുട്ടികളെയും ചെയ്തു. അങ്ങനെ ദേവകി 7th ടൈം പ്രഗ്നന്റ് ആയി. പക്ഷേ മാജിക്കലി ഈ പ്രഗ്നൻസി ഡിസപ്പിയർ ആയി. എന്താ സംഭവിച്ചെന്ന് വെച്ചാല് ദേവകിയുടെ വയറ്റില് മഹാവിഷ്ണുവിന്റെ എന്താ പറയാ പാമ്പ്, അതായത് ശേഷ്നാഗ്, ഈ ശേഷ്നാഗാണ് അവതരിച്ചത്. പക്ഷേ കംസ മഹാരാജാവ് കൊല്ലും എന്ന് അറിയുന്നത് കൊണ്ട് യോഗമായ, അതായത് ഇല്യൂഷൻ, അതായത് മായ, ഈ പ്രഗ്നൻസിനെ വസുദേവറിന്റെ വേറെ ഭാര്യയായിട്ടുള്ള രോഹിണിയുടെ വയറ്റിൽ ട്രാൻസ്ഫർ മാജിക്കലി ചെയ്തു എന്നാണ് പറയുന്നത്. ഈ കുട്ടിയാണ് ബലറാം, കൃഷ്ണന്റെ ഏട്ടനായിട്ട് ജനിച്ചത്.